ഇന്നത്തെ ദിവസം ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വാർത്ത വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലാണ്. ഇന്ത്യക്ക് മികച്ച തുടക്കമാണ്. മത്സരത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഒരു വിക്കറ്റിന് 140 റൺസ് പിന്നിട്ടിരിക്കുകയാണ്. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. 45 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ വിക്കറ്റാണ് നഷ്ടമായത്. മഴയെ തുടർന്ന് 2 മണിക്കൂറോളം വൈകിയാണ് മത്സരം തുടങ്ങിയത്. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി. എൽദോ, സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് നഷ്ടമായി. ജമീമ എത്തിയിരിക്കുന്നു. ആവേശകരമായ ഒരു മത്സരമാണ് ഇന്ത്യൻ കാണികൾ, 30,000-ഓളം വരുന്ന കാണികളും ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്? അതിഗംഭീര തുടക്കമാണ് ശ്രീജ ഇന്ത്യക്ക് ലഭിച്ചത്. അതിഗംഭീര തുടക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പണർമാരെത്തിയ ഷഫാലി വർമ്മയും സ്മൃതി മന്ദനയുടെ വിക്കറ്റ് നഷ്ടമായി. 45 റൺസ് എടുത്താണ് ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ബാറ്ററായിട്ടുള്ള സ്മൃതി മന്ദാന പുറത്തായത്. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഒരു അടിത്തറ, നല്ല പ്ലാറ്റ്ഫോം ഇട്ടു ഷഫാലി സ്മൃതി മന്ദാനയും ചേർന്നെന്നുള്ളതാണ്. 104 റൺസിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട്, അതാണ് ഈ മത്സരത്തിൽ ഒരു പക്ഷേ ടേണിംഗ് പോയിന്റ് ആവാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും ടോസ് നഷ്ടമായ ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. നമുക്കറിയാം 2 മണിക്കൂറോളം മത്സരം വൈകി. അതിനുള്ള കാരണം മഴയായിരുന്നു. ഈർപ്പമുള്ള അന്തരീക്ഷമാണ് നവി മുംബൈയിലുള്ളത്. അപ്പോൾ ഈ പിച്ചിൽ ആദ്യ സമയങ്ങളിൽ ബോളർമാർക്ക്, പ്രത്യേകിച്ചും പേസർമാർക്ക് സ്വിംഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വിംഗിന്റെ വലിയ പ്രശ്നം ഇന്ത്യൻ ബാറ്റർമാർ നേരിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പേടിച്ച ഒരു ഈർപ്പത്തിന്റെ ആനുകൂല്യം അത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായത്. അവിടെ ആവട്ടെ ഷഫാലി വർമ്മയും സ്മൃതി മന്ദനയും വളരെ കൃത്യമായി പ്ലാൻഡായി കാര്യങ്ങൾ നിറവേറ്റി. ഷഫാലി വർമ്മ അത്യാവശ്യം അഗ്രസീവായി തന്നെയാണ് മത്സരത്തിൽ കളിക്കുന്നത്. ഇപ്പോൾ തന്നെ 68 പന്തിൽ 78 റൺസുമായി 100-ലേറെ സ്ട്രൈക്ക് റേറ്റുമായി ഷഫാലി ക്രീസിലുണ്ട്. സ്മൃതി മന്ദന 58 പന്തിലാണ് 45 റൺസ് എടുത്ത് പുറത്തായത്. ജമീമ റോഡ്രിഗസ് കഴിഞ്ഞ കളിയിലെ സെമി ഫൈനലിലെ ആ ഉജ്ജ്വല താരമാണ് ഇപ്പോൾ വൺ ഡൗൺ ആയി എത്തിയിട്ടുള്ളത്. ഷഫാലിയും ജമീമ റോഡ്രിഗസും ക്രീസിൽ നിൽക്കുന്നു. എന്താണെങ്കിലും തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയമാണ് നവി മുംബൈയിലുള്ളത്. ആ സ്റ്റേഡിയത്തിൽ നീല നിറത്തിൽ ഗാലറി നിൽക്കുമ്പോൾ അവർക്ക് ആഹ്ലാദവും ആവേശവും പകരുന്ന തരത്തിൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നു. ഇനി ചേസ് ചെയ്യുകയാണ് സ്വാഭാവികമായി നവി മുംബൈയിൽ കൂടുതൽ സാധ്യതയായി കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ അവിടെ ഇന്ത്യ ഇനി ചെയ്യേണ്ടത് ഏറ്റവും മികച്ച ടോട്ടൽ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ഒരു ലോകകപ്പിന്റെ ഫൈനൽ ആകുമ്പോൾ ചേസ് ചെയ്യുന്നതിലെ ഒരു സമ്മർദ്ദത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അതില്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ടോട്ടലിലേക്ക് ഇന്ത്യൻ ടീമിന് എത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് ഒരു മധുരം ഇന്ന് നവി മുംബൈയിൽ നുണയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യ ജയിച്ചിട്ടില്ല. ഇത് 3ാമത്തെ ഫൈനലാണ് ഏകദിന ലോകകപ്പിൽ. 2005-ലും 2017-ലും ഇന്ത്യ ഫൈനലിലെത്തി. പക്ഷേ ഇക്കുറി അത് ജയത്തിലേക്ക് എത്തിക്കാൻ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 2 മണിക്കൂറോളം വൈകി മത്സരം ആരംഭിക്കാൻ. ശരിക്കും 3 മണിക്ക് ആരംഭിക്കേണ്ട മത്സരം ആരംഭിച്ചത് 5 മണിക്കാണ്. ടീമിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സെമി ഫൈനൽ ജയിച്ച അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യൻ ബോളർമാരുടെ മികവ് ഇന്ന് പരീക്ഷിക്കപ്പെടും, പ്രത്യേകിച്ചും പേസർമാരുടെ. അതായിരിക്കും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരുടെ മികച്ച ഫോം അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള മത്സരം പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സ്കോർ പരിശോധിക്കുമ്പോൾ 25 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 152 റൺസ് എടുത്തിട്ടുണ്ട് ഇന്ത്യ. ജമീമ റോഡ്രിഗസും ഷഫാലി വർമ്മയുമാണ് ക്രീസിൽ. ഷഫാലി ഉജ്ജ്വല ഫോമിൽ കളിക്കുകയും ചെയ്യുന്നു. ശ്രീജ, തീർച്ചയായും എല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ്. ആദ്യമായി ചാമ്പ്യന്മാരാവുന്ന ഒരു ടീമായിരിക്കും ഇന്ന് ഉണ്ടാവുക. കാരണം ഇതിനു മുൻപ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും മാത്രമേ ഈ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആരായാലും അതൊരു പുതിയ ചാമ്പ്യനാണ്. ആ ചാമ്പ്യൻ ഇന്ത്യ ആകുമോ? അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയുള്ള ചോദ്യം. നമുക്ക് കാത്തിരിക്കാം. വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ ടീം മുന്നോട്ട് പോവുകയാണ്. ഓസ്ട്രേലിയ